തിക്കിലും തിരക്കിലും പെട്ട് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ 2 വനിതാ യാത്രക്കാർ കുഴഞ്ഞു വീണു. പിറവം റോഡിനും എറണാകുളത്തിനും ഇടയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. അത്യന്തം ദയനീയമായ സ്ഥിതിയാണ് പല ദൈനംദിന ട്രെയിനുകളിലും എന്നത് പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ 2 വനിതാ യാത്രക്കാർ കുഴഞ്ഞു വീണു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വരുന്നത്. പിറവം റോഡിനും എറണാകുളത്തിനും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രദീപ്, എന്താണ് സംഭവിച്ചത്? ഇവരിപ്പോൾ ആശുപത്രിയിലാണോ? രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പുറപ്പെട്ട വേണാട് എക്സ്പ്രസ്സിലാണ് സംഭവം. വളരെ വലിയ തിരക്കായിരുന്നു ഇന്ന് ട്രെയിനിൽ അനുഭവപ്പെട്ടത്. നമുക്കറിയാം, ഓണാവധിക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തുറക്കുന്ന ദിവസമാണ്. മാത്രവുമല്ല, സാധാരണ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുള്ളതാണ്. ഇന്നും ട്രെയിനിൽ കാലുകുത്താൻ ഇടമില്ലാത്ത നിലയിലായിരുന്നു, പ്രത്യേകിച്ച് കോട്ടയം മുതൽ എറണാകുളം വരെയുള്ള യാത്ര എന്ന് പറയുന്നത്. നിലവിൽ തന്നെ പാലരുവി എക്സ്പ്രസിന് ശേഷം കോട്ടയം ഭാഗത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷമുള്ള വേണാട് എക്സ്പ്രസ് ആണ്. പാലരുവിയിലും കാലുകുത്താൻ ഇടമില്ലാത്ത തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വണ്ടിയിലെ സ്ഥിരം യാത്രക്കാർ നടത്തിയ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി 2 കോച്ചുകൾ കൂടി കൂട്ടാൻ തീരുമാനമായിരുന്നു. 2 കോച്ചുകൾ കൂട്ടുകയും ചെയ്തിരുന്നു. അതേസമയം വേണാട് എക്സ്പ്രസിലും ഇതേ അവസ്ഥ തന്നെയാണ്. കോച്ചുകൾ കൂട്ടണമെന്ന് നാളുകളായി നിത്യയാത്രക്കാർ ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഇതുവരെ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്ന് വണ്ടി പിറവം റോഡ് വിട്ടപ്പോഴാണ് 2 സ്ത്രീകൾ ഏതാണ്ട് ബോധരഹിതരായി ട്രെയിനിൽ വീണത്. ആദ്യം ഒരു സ്ത്രീ വീണു. അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾക്കും സമാനമായ അനുഭവം ഉണ്ടായത്. കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ ഈ സമയത്ത് മറ്റൊരു ട്രെയിൻ കൂടി വേണം എന്നുള്ളതാണ് നിത്യയാത്രക്കാരുടെ ആവശ്യം. ഈ ആവശ്യം എത്രമാത്രം ശക്തമാണ് അല്ലെങ്കിൽ അനിവാര്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഈ സംഭവം എന്ന് പറയുന്നത്. അതേസമയം ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ 2 ട്രെയിനുകൾക്കും ഇടയിൽ, പാലരുവിക്കും വേണാടിനും ഇടയിൽ പുതിയ ഒരു ട്രെയിൻ കൂടി അനുവദിക്കാനോ അതല്ലെങ്കിൽ നിലവിലുള്ള ഈ 2 ട്രെയിനുകളിലും കൂടുതൽ കോച്ചുകൾ അനുവദിക്കാനോ റെയിൽവേ ഇനിയും തയ്യാറായിട്ടില്ല. ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നാണ് പതിവ് യാത്രക്കാരുടെ ആക്ഷേപം. എന്തായിരുന്നാലും കുഴഞ്ഞു വീണ സ്ത്രീകളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്.